ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെറീസ് വ്ളോഗ്. ഇന്ന് ഏഞ്ചൽ വിങ് ബിഗോണിയൻ്റെ വിശേഷമാണ് കേട്ടോ. എൻ്റെ അടുത്തൊരു 4 വിധം ബിഗോണിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഈ ബിഗോണിയ ഏത് വിധത്തിന് വേണമെങ്കിൽ നമുക്ക് വളർത്താം കേട്ടോ. ബുഷിയായിട്ട് വേണമെങ്കിൽ വളർത്താം. എത്ര ഉയരത്തിൽ പോകുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്താൽ ബുഷിയായി വളർന്നോളൂ കേട്ടോ. കമ്മൽ പോലെയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ. ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ നമ്മൾ കമ്മലൊക്കെ ഇടുന്ന മാതിരി തന്നെ. ഇതിൻ്റെ ഇലകൾ 2 കളറാവും കേട്ടോ. ഈ ചെടി നമ്മളെ ഗാർഡനിലുണ്ടെങ്കിൽ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ. ഇതിന്മേൽ അങ്ങനെ ഒന്നും നശിച്ചു പോകാത്തൊരു ചെടിയാണ് കേട്ടത്. ഇതിന് മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കൊക്കോപ്പീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് വെച്ചതിൻ്റെ ചെടികൾ നല്ലോണം ഉണ്ടായിക്കണം കേട്ടോ. എല്ലാതും കൊക്കോപ്പീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഗാർഡനിലൊക്കെ വെച്ചാൽ ഗാർഡനിൽ ഇട്ട് എടുത്ത് കാണിക്കട്ടോ. ഈ ഒരു ചെടി ഉണ്ടായാൽ നല്ല ഭംഗിയുള്ള ഇലകളും പൂക്കളുമാണ് ഈ ചെടിമ്പൽ ഉണ്ടാകുക. ഈ ചെടി വെയിൽ വല്ലാതെ ഇഷ്ടപ്പെടാത്ത ചെടിയാണ് കേട്ടോ. വെയിലത്ത് വെച്ചാൽ ഇതിൻ്റെ ഇലകൾക്കൊരു മങ്ങൽ വരും. നല്ല വെയിലടിക്കുമ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതിൻ്റെ ഇലകളൊക്കെ പൂക്കളെക്കാട്ടിൽ ഇലകൾക്കാണ് കേട്ടോ ഇതിന് ഭംഗി കൂടുതൽ. ഇത് നമ്മൾ നട്ട് പിടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് ആ ഒരു കൊമ്പ് നട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് മൂത്ത കൊമ്പ് എടുത്തിട്ട് വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്. മണ്ണിൽ വെച്ചാൽ എളുപ്പം അത് പിടിച്ച് കിട്ടും കേട്ടോ. അത് പിടിച്ച് കിട്ടാതെ നിൽക്കൊന്നുമില്ല. തണലത്തേക്ക് മാറ്റി വെച്ചാൽ ഇത് നല്ലോണം എളുപ്പം പിടിച്ച് നിൽക്കും. ഇതൊക്കെ കണ്ടില്ലേ, വെയിൽ കൊണ്ടിട്ടാണ് ഇതിങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. വെയിലില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഈ ഇലകളൊക്കെ ഒന്നും കൂടി ഉഷാറാവും കേട്ടോ. അപ്പോൾ വെയിൽ കൊണ്ടിട്ട് എല്ലാത്തിൻ്റെ പൂക്കളും കണ്ടില്ലേ ഇതേമാതിരി. ഞാൻ പറഞ്ഞില്ലേ കമ്മൽ മാതിരിയാണെന്ന്. ഇത് ബിഗോണിയൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇളം പച്ച കളറായിട്ട് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇലകൾ തന്നെ കണ്ടാൽ മതി. ഗാർഡനിലൊക്കെ ഉണ്ടാകുമ്പം പൂക്കളെ കാണണമെന്നൊന്നുമില്ല. ഇലകൾ തന്നെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ നിൽക്കുക. നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ ഇത് നശിച്ചൊന്നും പോകില്ല കേട്ടോ. എളുപ്പം പിടിച്ച് കിട്ടുന്നൊരു ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എളുപ്പം പിടിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നശിച്ചു പോണ ചെടിയൊന്നുമല്ല. മഴ കൊണ്ടാലൊന്നും നശിക്കൂല കേട്ടോ. തീയ മഴയിൽ തന്നെയാണ് വെച്ചതൊക്കെ. മഴയും വെയിലും കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇതൊക്കെയാണ് വേറൊരു വെറൈറ്റിയാണിത്. ഇതൊക്കെ വെയിൽ നല്ലോണം കൊണ്ടിട്ടാണ് ഇതിൻ്റെ ഇലകൾക്കൊന്നും ഒരു ഇത് കിട്ടാത്തത്. അപ്പോൾ ഇത് ഞാൻ അപ്പുറത്ത് ഇതിൻ്റെ കൊമ്പ് ഞാൻ കുത്തിയിരിക്കണം കേട്ടോ. ഇത് തണലത്തായതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ എത്ര ഭംഗി കേട്ടോ, പൂക്കൾക്കും. മറ്റേത് കണ്ടില്ലേ, വെയിലായതുകൊണ്ടാണ് അവിടെ അങ്ങനെ. ഇത് ഇവിടെ ഈ തണലത്തായതുകൊണ്ടാണ് ഇത് നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്ക് ഇടുവേണ്ടി കേട്ടോ, മറക്കാതെ കമൻറ്റ് ഇടുവേണ്ടി. ഇത് ഞാൻ നിലത്താണ് കേട്ടോ വെച്ച് കൊടുത്തത്. നിലത്ത് വെച്ചാലും ഇത് നല്ലോണം വളരും. നമുക്ക് ചട്ടിയിലാണേലും നിലത്താണേലും ഒക്കെ വെച്ച് പിടിപ്പിക്കുക കേട്ടോ ഈ ഒരു ചെടി. ചട്ടിയില്ലാതെന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതേമാതിരി നിലത്ത് വെച്ച് കൊടുത്താൽ മതി. ഇത്ര ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.